നമുക്ക് വളരെ വേഗം ദൈവവചനത്തിലേക്ക് വരാം. ഇന്ന് പുറപ്പാട് പുസ്തകത്തിൽ നിന്നാണ് നിങ്ങളോട് പറയാനൊരു സന്ദേശം കർത്താവ് എനിക്ക് തന്നിരിക്കുന്നത്. എക്സോഡക്സ് ചാപ്റ്റർ 2 2-ാം അധ്യായത്തിൻ്റെ സ്തോത്രം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. അവൻ എന്ത് ഭവിക്കുമെന്നറിയുവാൻ അവൻ്റെ പെങ്ങൾ ദൂരത്തു നിന്നു. അപ്പോൾ ഫറവോന്റെ പുത്രി നദിയിൽ കുളിപ്പാൻ വന്നു. അവളുടെ ദാസിമാർ നദീതീരത്തുകൂടി നടന്നു. അവൾ ഞാങ്ങണയുടെ ഇടയിൽ പെട്ടകം കണ്ടപ്പോൾ അതിനെ എടുത്തു കൊണ്ടുവരുവാൻ ദാസിയെ അയച്ചു. അവൾ അത് തുറന്നാറെ പൈതലിനെ കണ്ടു. കുട്ടി ഇതാ കരയുന്നു. അവൾക്ക് അതിനോട് അലിവ് തോന്നി. ഇത് എബ്രായരുടെ പൈതങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞു. നല്ല വചനത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലെ 4 മുതൽ 6 വരെയുള്ള വചനങ്ങൾ എല്ലാവർക്കും വളരെ പരിചിതമായ വാക്യമാണ്. ആ വാക്യത്തിൽ നിന്നുകൊണ്ടാണ് അല്പനേരം കർത്താവിൻ്റെ വചനം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്നറിയപ്പെടുന്ന ഇസ്രായേൽ ജനം മിസ്രൈം എന്ന അടിമനുഖത്തിൻ്റെ കീഴിൽ ബന്ധിക്കപ്പെട്ട ചരിത്രമാണ് പുറപ്പാട് പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ തുടങ്ങുന്നത്. പുറപ്പാട് എന്ന് പറഞ്ഞാൽ തന്നെ ആ നുഖത്തിൻ്റെ കീഴിൽ നിന്ന് ദൈവം അവരെ പുറപ്പെടുവിക്കുന്നു എന്നാണ് ഇത് ഈ പുസ്തകം തന്നെ നമ്മളെ വിളിച്ചറിയിക്കുന്നൊരു സന്ദേശം. അവർ മിസ്രൈമിൽ ഇങ്ങനെ വർദ്ധിച്ചങ്ങോട്ട് പെരുകാൻ തുടങ്ങിയപ്പോൾ ദൈവം പറഞ്ഞിട്ടുണ്ട്, എന്ത് ജനം സ്വന്തമല്ലാത്ത ദേശത്ത് 400-ലധികം വർഷം പോയി പാർക്കും, എന്നാൽ 4-ാം തലമുറയിൽ നിന്ന് ഒരുത്തൻ എഴുന്നേക്കും, അവൻ തന്നെ ജനത്തെ മിസ്രൈമിൻ്റെ നുകക്കൈകളെ ഓടിച്ച് മടക്കി കൊണ്ടുവരും. ഇസ്രായേൽ മിസ്രൈമിലായിരിക്കുന്ന കാലഘട്ടം യോസഫിനെ അറിയാത്ത ഒരു ഫറവോൻ അവിടെ എഴുന്നേറ്റു. ദൈവത്തിന് സ്തോത്രം. അന്ന് തൊട്ട് ആ രാജാവിനൊരു ചെറിയ ഭയം നേരിട്ടു. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അവർ പറയുക, ഇസ്രായേൽ ജനം 1-ാം അധ്യായത്തിലുണ്ട്, നമ്മളെക്കാൾ ശക്തിയും ബാഹുല്യവും ഉള്ള ജനമാണ്. അതുകൊണ്ട് ഇവർ പെരുകിയിട്ടൊരു യുദ്ധമുണ്ടായാൽ സ്തോത്രം നമ്മളെ അവർ പരാജയപ്പെടുത്തും. അതുകൊണ്ട് നമ്മൾ അവരോട് ബുദ്ധിയായി പെരുമാറുക എന്ന് രാജാവ് ഒരു തീരുമാനമിറക്കി. ബുദ്ധിയായിട്ട് പെരുമാറുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെ കഠിനമായിട്ട് പീഡിപ്പിക്കാൻ അവർ തീരുമാനിച്ചു. വൈക്കോല് കൊടുക്കാതെ ഇഷ്ടിക ചുടിക്കുകയും അവരെ കൊണ്ട് പട്ടണങ്ങൾ പണിയിക്കുകയും അവരുടെ ജീവിതം കയ്പാക്കി മാറ്റി. പക്ഷേ പീഡിപ്പിക്കുന്നതോറും ബൈബിൾ എഴുതി ജനം വർദ്ധിച്ച് പെരുകാൻ തുടങ്ങി. അപ്പം ആരൊക്കെ ഒരു വ്യക്തിയെ ഒതുക്കാൻ തീരുമാനിച്ചാലും ദൈവം വിചാരിക്കാതെ ആ വ്യക്തി ഒതുങ്ങത്തില്ല. അവരങ്ങോട്ട് വർദ്ധിച്ച് പെരുകാൻ തുടങ്ങി. ഇത് കണ്ടപ്പം ദൈവത്തിന് സ്തോത്രം, ഇവർക്ക് അതിനേക്കാൾ ഭയം നേരിട്ടു. ദൈവത്തിന് സ്തോത്രം. അവർ പറയുക, ഇനി എന്തോ ചെയ്യാൻ പറ്റും. ഉടനെ എന്ത് ചെയ്യാന്നറിയാമോ? സൂതികർമ്മിണികളെ നിയോഗിച്ചു. അവരോട് പറഞ്ഞു, അതിൽ 2 സൂതികർമ്മിണികളുടെ പേരെഴുതിയിട്ടുണ്ട്. ശില്പായെന്നും പൂവായെന്നും ആ 2 സൂതികർമ്മിണിയുടെ പേര്. സ്തോത്രം. അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരു സ്ത്രീ ഗർഭസ്ഥയായാൽ അവൾ പ്രസവം നടക്കുന്ന സമയത്ത് നിങ്ങളവിടെ ചെന്നിട്ട് അമ്മയുടെ ഉദരത്തിൽ നിന്ന് കുഞ്ഞ് പുറത്ത് വന്നാൽ സ്തോത്രം പെങ്കൊച്ചാന്നേ ഒന്നും പറയണ്ട, അടിച്ചേരെ. ആണാന്നേൽ എന്തോ ചെയ്യണമെന്നറിയാമോ? അവിടെ വെച്ച് ഞെക്കി കൊന്നേക്കണം, എന്നിട്ട് മുമ്പിലെ നദിക്കകത്ത് വലിച്ചെറിഞ്ഞേക്കണം. സ്തോത്രം. പക്ഷെ സൂതികർമ്മിണികൾക്ക് ദൈവത്തെ പേടിയാണ്. സ്തോത്രം. അതുകൊണ്ട് സൂതികർമ്മികളെ വിട്ടിട്ടും സ്തോത്രം ആമ്പിള്ളാർ ജനിക്കാൻ തുടങ്ങി. ഫറവോൻ സൂതികർമ്മികളെ വിളിച്ചു വരുത്തി വെച്ച് ചോദിച്ചു, നിങ്ങൾ എന്നാ പണിയായി കാണിക്കുന്നത്? അവർ പറഞ്ഞു, ഇസ്രായേലിയ സ്ത്രീകൾ ഞങ്ങളെക്കാൾ തെറവുള്ളവരാ. നമ്മൾ ചെല്ലുന്നതിന് മുമ്പേ ജനനം നടക്കും. മിസ്രൈമ്യരുടെ പോരാട്ടം ജനനത്തോടും വർദ്ധനവിനോടുമാണ്. അന്നും ഇന്നും പോരാട്ടമുണ്ട്, ആത്മീക ജനനത്തോടും ആത്മീക വർദ്ധനവിനോടും. ചുരുക്കി പറയാം, അവിടെ എഴുതിയിട്ടുണ്ട്, ദൈവം സൂതികർമ്മിണികൾക്ക് നന്മ ചെയ്തെന്ന്. കണ്ടോ? ചില കാര്യങ്ങൾ അവർ കണ്ണടച്ചത് കൊണ്ട് ദൈവം അവർക്ക് എന്ത് ചെയ്തു? നന്മ ചെയ്തു. അവസാനം രാജാവിന് മനസ്സിലായി സൂതികർമ്മിണികളെ കൊണ്ട് രക്ഷയില്ല. അപ്പം ഭടന്മാരോട് പറഞ്ഞു, ഒരു സ്ത്രീ ഗർഭസ്ഥയായാൽ നിങ്ങൾ ആ വീടിൻ്റെ പരിസരത്ത് കാണണം. സ്തോത്രം. വീട് കയറി നോക്കിക്കോണം. ഏത് വീട്ടിൽ കരച്ചിരി കേട്ടാലും ആങ്കൊച്ചാണെങ്കിൽ സ്തോത്രം അവിടുന്ന് പൊക്കിയെടുത്ത് നദിക്കകത്തോട്ട് എറിഞ്ഞേക്കണം. വെള്ളം കുടിച്ച് ചാകണം. ഈ നിയമം നിലനിൽക്കുമ്പോഴാണ് മോശെ എന്ന ദൈവ മനുഷ്യനെ ദൈവം ജനിപ്പിക്കുന്നത്. ഞാനൊരു കാര്യം തുടക്കത്തിലേ പറയാം.
നിയമം എത്ര സ്ട്രോങ് ആയാലും, സാഹചര്യം എത്ര എതിരായാലും അതിൻ്റെ നടുവിൽ പ്രവർത്തിക്കുന്നതാ ദൈവത്തിനിഷ്ടം. മനസ്സിലായി? സാഹചര്യങ്ങൾ എതിരായാലും അതിൻ്റെ നടുവിൽ പ്രവർത്തിക്കാനാണ് ദൈവത്തിനിഷ്ടം. അതുകൊണ്ട് മോശെ ക്ഷണിപ്പിക്കേണ്ടത് റൈറ്റ് ടൈമിലാണ്. സ്തോത്രം. ഒരു ലേവി ഗോത്രത്തിൽ നിന്ന് ഒരു ലേവി പുരുഷൻ പോയി ഒരു ലേവി കന്യക വിവാഹം കഴിച്ചു. അവൾക്കൊരു കുഞ്ഞ് ജനിച്ചു. ജനനത്തിങ്കൾ ശിശു സുന്ദരനെന്ന് കണ്ടു. സ്തോത്രം. അവിടെ എഴുതിയിട്ടുണ്ട് 3 മാസം ആ കൊച്ചിനെ ഒളിപ്പിച്ചു വെച്ചു. ഇനി ഒളിപ്പിച്ചു വെക്കാൻ ഒരു നിവർത്തിയുമില്ല. സ്തോത്രം. ഞാനെൻ്റെ ചിന്ത പറയുവാണേ, രാത്രിയും പകലും ഡ്യൂട്ടിക്ക് ആളെ നിർത്തിയേക്കുക. ഡ്യൂട്ടി കേട്ടോണം, കൊച്ചിൻ്റെ വാപത്തി പിടിച്ചോണം. രാവിലെ 6 തൊട്ട് വൈകിട്ട് 6 വരെ സ്തോത്രം ദൈവത്തിന് സ്തോത്രം, ഒരാൾ വാപത്തും. വൈകിട്ട് 6 മുതൽ രാവിലെ 6 വരെ മറ്റൊരാൾ വാപത്തും. കരയാൻ പോലും മോശയ്ക്ക് അനുവാദമില്ല. മോശ തന്നെ ഓർത്ത് കാണും, ഇതെന്തൊരു ജീവിതമാണ്, കരയാൻ പോലും പറ്റുന്നില്ല. എന്നാൽ ദൈവത്തിന് സ്തോത്രം 3 മാസം ഒളിപ്പിച്ചു വെച്ചപ്പം ഇനി ഒളിപ്പിച്ചു വെക്കാൻ വയ്യാത്ത സാഹചര്യമായപ്പോൾ അവനെ കൊണ്ട് നദിക്കകത്ത് ഞാങ്ങണകളുടെ ഇടയിൽ ഞാങ്ങണ കൊണ്ടൊരു പെട്ടകം വാങ്ങി അതിനിടയിൽ വെച്ചു. ഇനിയുമാണ് വായിച്ച ചരിത്ര പശ്ചാത്തലം. എന്നിട്ട് അവൻ്റെ പെങ്ങൾ മറഞ്ഞു നിന്ന് നോക്കുക. അവൻ എന്തു ഭവിക്കുമെന്ന് കാണാൻ അവൻ്റെ പെങ്ങൾ ദൂരത്തു നിന്ന് നോക്കി. 3 ആശയങ്ങൾ ഈ വാക്യത്തിലുണ്ട്. സ്തോത്രം. ഒന്നാമത്തെ ആശയം, നിനക്കെന്ത് ഭവിക്കുമെന്ന് കാണാൻ നോക്കിയിരിക്കുന്ന ചില കണ്ണുകൾ. 2, നീ അങ്ങോട്ട് പോകണ്ട, നീ ഇരിക്കുന്ന ഇടത്തേക്ക് നടന്നെടുക്കുന്ന ദൈവപ്രവൃത്തി. 3, എത്തിക്കാനിടത്ത് നിന്നെ എത്തിക്കാൻ ചില കാര്യങ്ങളിൽ ദൈവം വ്യക്തിയെ കൈമാറുകയാണ്. ഇത്രയും ഭാഗം പ്രസംഗിക്കുമ്പോൾ ഇന്നത്തെ ദൂത് തീരും. ദൈവത്തിന് സ്തോത്രം. നമുക്ക് തന്നെ ചില സമയം ആശങ്കയുണ്ട്. ചില പ്രതിസന്ധി വരുമ്പം നമുക്കെന്തോ സംഭവിക്കും. ഇയ്യോബ് പറയുന്നൊരു സന്ദേശമുണ്ട്. സ്തോത്രം. ഞാൻ ഭയപ്പെട്ടത് തന്നെ എനിക്ക് ഭവിച്ചു. ഞാൻ അടുത്തിരിക്കുന്ന ആൾ നോക്കി വെച്ച് പറയാം, ഭയപ്പെടല്ലെന്ന് പറ. പേടിക്കുന്നത് തന്നെ നമുക്ക് ഭവിക്കും. ഭയം ഒരു വികാരമാണെങ്കിലും അകാരണമായി പേടിക്കരുത്. ചിലർക്ക് രാത്രി ഒരു നെഞ്ചുവേദന വരുന്നു, കാർഡിയാക് അറസ്റ്റ് ഒന്നുമില്ല. നാളെ എന്ത് ഭവിക്കുമെന്നുള്ളതാണ് സബ്ജക്റ്റ്. നാളെ എന്താകും? ബൈബിളിൽ അങ്ങനെ ധാരാളം പശ്ചാത്തലങ്ങളുണ്ട്. ഞാൻ ആ സാഹചര്യങ്ങളെ ഒന്ന് വിവരിച്ചുകൊണ്ട് വരാം. സ്തോത്രം. ശ്രദ്ധിക്കണം. മോശക്കുഞ്ഞ് ഫറവോൻ്റെ പുത്രിയുടെ അടുക്കലേക്ക് പോയെന്നല്ല, ഫറവോൻ്റെ പുത്രി മോശ ഇരിക്കുന്നിടത്തേക്ക് വന്നെന്ന. ഇന്നൊരു ദൂതൂടെ ഞാൻ പറയാം, നീ ഇരിക്കുന്നിടത്ത് നിന്റെ മറുപടിയെ എത്തിക്കാൻ. ഹല്ലേലൂയ. മനസ്സിലായവരെ ദൈവത്തെ സ്തുതിക്കാവൂ.